ഈ പത്മകുമാർ എന്ന് പറയുന്ന മുൻ പ്രസിഡന്റ് അത്ര ചില്ലറക്കാരനായ ഒരാളല്ല. CPM-ന്റെ വളരെ പ്രധാനപ്പെട്ട നേതാവാണ്. ശബരിമല ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന പത്തനംതിട്ട ജില്ലയിലെ CPM-ന്റെ വളരെ ഉന്നതനായ നേതാവ്. 32 വർഷക്കാലം അദ്ദേഹം പാർട്ടിയുടെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിരുന്നു. ഇപ്പോഴും ജില്ലാ കമ്മിറ്റി അംഗമായിട്ട് തുടരുകയാണ്. ഇതിനിടയ്ക്ക് അദ്ദേഹം പാർട്ടിയുമായി ഒന്ന് പിണങ്ങി. അത് കഴിഞ്ഞ സംസ്ഥാന സമ്മേളനത്തിലാണ് നമ്മുടെ മന്ത്രി വീണ ജോർജിനെ സംസ്ഥാന സമിതിയിൽ എടുത്തതിൽ അദ്ദേഹത്തിന് പ്രതിഷേധമുണ്ടായി. അദ്ദേഹത്തെ പരിഗണിച്ചില്ല. അദ്ദേഹത്തെ പരിഗണിക്കാവുന്ന ഒരാളാണ്. അത്രയ്ക്ക് സീനിയോറിറ്റി ഉള്ള ഒരു വ്യക്തിയാണ്. കോന്നിയിൽ നിന്നുള്ള MLA ആയിരുന്ന ആളാണ്. പക്ഷെ അദ്ദേഹത്തിന് പകരം വീണ ജോർജിനെയാണ് സംസ്ഥാന സമിതിയിലേക്ക് കൊണ്ടുവന്നത്. അത് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ല. അതിൽ അദ്ദേഹം പരസ്യമായി പ്രതിഷേധിക്കുകയൊക്കെ ചെയ്തു. എങ്കിൽ പോലും പാർട്ടി നേതൃത്വത്തിന്റെ വിശ്വസ്തനായ ഒരു നേതാവാണ് പത്മകുമാർ. ആ പത്മകുമാർ എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു കാര്യം ചെയ്തത്? വളരെ ഉത്തരവാദിത്തത്തോടെ പ്രവർത്തിക്കേണ്ട ഒരാളാണ്. പാർട്ടി അദ്ദേഹത്തെ വിശ്വസിച്ച് ശബരിമലയുടെയും ദേവസ്വത്തിന്റെയും ഭരണം ഏൽപ്പിച്ചതാണ്. അപ്പൊ എന്തുകൊണ്ടായിരിക്കണം അദ്ദേഹം ദേവസ്വം ബോർഡിന്റെ തീരുമാനത്തിന് വിരുദ്ധമായിട്ട് ഇങ്ങനെ ഒരു നടപടി എടുത്തത്? മിനിറ്റ്സ് തിരുത്തി അത് പുറത്തു കൊണ്ടുപോകാൻ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അനുവാദം കൊടുത്തത്. അവിടെയാണ് വമ്പന്മാർ എന്ന പ്രയോഗം, അല്ലെങ്കിൽ ഇതിന്റെ പിന്നിൽ മറ്റാരോ ഉണ്ട്, ഇതിനെയൊക്കെ നിയന്ത്രിച്ച മറ്റേതോ ശക്തികൾ ഉണ്ട് എന്ന അനുമാനം അല്ലെങ്കിൽ ചിന്ത അല്ലെങ്കിൽ ധാരണ ബലപ്പെടുന്നത്.